ഇന്നലെ നൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണുന്നത്. ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. നടു റോഡിൽ ഒരു പെണ്ണിനെ പിച്ചി ചീന്തിയിട്ടും ഇവിടെ നീതിയില്ല, ഷെയിം ഓൺ കേരള പോലീസ് എന്നാണ് ഈ ഒരു വീഡിയോയുടെ തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കയറി നോക്കിയ സമയത്ത് വളരെ ഗുരുതരമായി ഒരു ലേഡിയെ റോട്ടിലിട്ട് കുറച്ച് പേര് അടിച്ച് അവരുടെ ഡ്രസ്സൊക്കെ പിച്ചി ചീതി അവർ ഹോസ്പിറ്റലിൽ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ആൻഡ് അവരുടെ ഒരു റിലേറ്റീവ്, ഈ ചാനലിൻ്റെ ഓണർ, അതായത് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഓണറായിട്ടുള്ള ലേഡി, അവർ വന്നിട്ട് ഐശ്വര്യ ബാബു അവരുടെ പേര്. അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിക്കകത്ത് തന്നെയുള്ള ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഇത്രത്തോളം വേഴ്സ്റ്റായൊരു ഇഷ്യൂ ഉണ്ടായിട്ട്, ഇത്രത്തോളം വേഴ്സ്റ്റായിട്ടൊരു ലേഡിയെ റോട്ടിലിട്ട് അടിച്ച് ചതച്ചിട്ടും കേരള പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ളത് വളരെ മോശമായുള്ളൊരു അപ്രോച്ചാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം ഇവിടെ വുമൺ എംപവർമെൻറ്റും വുമൺ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസ് ആണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് വുമൺ സെല്ല് അങ്ങനെ ഇങ്ങനെ കുറേ സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് പോലീസ്, ഇല്ലാത്തൊരു പരിപാടികളും ഇല്ല, ഇല്ലേ? പക്ഷെ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യം ഓൺ ദ അതർ ഹാൻഡ്, പ്രിവിലേജ്. ഓക്കെ, പ്രിവിലേജ് മാറ്റേഴ്സാണ്. ഒന്നില്ലെങ്കിൽ ഒരു അതിഭീകരമായിട്ടുള്ള മറ്റേ രാഷ്ട്രീയക്കാരൻ്റെ മകനോ മകളോ ആയിരിക്കണം, അല്ലെങ്കിൽ വലിയ പണച്ചാക്കിൻ്റെ മകനോ മകളോ ആയിരിക്കണം, അല്ലെങ്കിൽ പോലീസുകാരൻ്റെ മക്കളായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യമുണ്ട്. സാധാരണക്കാരന് പ്രിവിലേജ് ഇല്ല എന്നുള്ളത് നമുക്ക് പച്ചവെള്ളം പോലെ എല്ലാവരും കുടിച്ചിറക്കുന്ന ഒരു കാഴ്ച സത്യമാണ്. വേറെ വഴിയില്ലടേ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ലേഡിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് ആ ഇഷ്യൂ എന്നുള്ളത് നോക്കാം. ആൻഡ് പോലീസുകാർ എന്താണ് ഇതിൽ ഇടപെടാത്തതെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. കാരണം അവരുടെ പ്രൊഫൈലിൽ ഇപ്പോഴും പോലീസ് ഇടപെട്ടതായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒന്നും അവർ സ്റ്റോറി കാര്യം ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ല. അവരുടെ മൊഴി എടുത്തിട്ട് പോയി എന്നുള്ളത് മാത്രമാണ് അവർ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം. നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം, ലൈഫിൽ ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നടു റോഡിൽ ഒരു പെണ്ണിന്റെ തുണി പിച്ചി ചീന്തി 2-3 വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക, അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ വിഷമവും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. എൻ്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡില്. എനിക്ക് ഇവിടെയാണ് വളരെയധികം സങ്കടവും വിഷമവും വരുന്നത്. ഒരു രീതിയിൽ ആക്ഷനും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അതും ഇങ്ങനെ മേജറായിട്ട് നടു റോട്ടിൽ നിന്ന് ഒരു ലേഡിയെ രാത്രി കുറച്ച് പേര് ചേർന്ന് അടിച്ച് ഇടിച്ച് ഡ്രസ്സൊക്കെ കീറി ഇത്രയും വേസ്റ്റ് സിനാരിയോ ഉണ്ടായിട്ട് മൊഴിയെടുപ്പും കാര്യവും മാത്രമായിട്ട് പോവുക. മനസ്സിലായോ? ഇവിടെ പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പല പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ മക്കളെ കേസിനും വിത്തിൻ ഹവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ നിയമം നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണക്കാർക്കും ഇതേ നിയമം തന്നെ അല്ലേ എന്നുള്ളൊരു ചോദ്യം മാത്രം ബാക്കിയാവും. നമുക്കിനിയും ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി 1-2 കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാനുണ്ട്. ആൻഡ് 1-2 കാര്യങ്ങളൊന്ന് അവരെന്നെ കറക്റ്റ് ചെയ്താൽ ഇറ്റ്സ് ബെറ്റർ. പക്ഷെ ആരാണെങ്കിലും ഒരു കാര്യം പറയാം, ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പരസ്പര പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ റോട്ടിലിട്ട് അടിച്ച് പിടിച്ച് എന്തോ ഈ നാട് എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈവൻ കുടുംബ പ്രശ്നമാണെങ്കിൽ പോലും ഒരു ലേഡിയെ നടുറോട്ടിലിട്ടിട്ട് അടിച്ച് ഡ്രസ്സും കയറി ഇടിച്ച് സൈഡാക്കുന്ന പരിപാടി അന്തല്ലാത്തതെന്നാണ് പറയേണ്ടത്. ലിറ്റിയാണ്, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ. എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ്. ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. സ്വത്ത് തർക്കവും അതും ഇതൊക്കെ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇന്നുണ്ടായ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ഏജാണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരനിൽ നിന്ന്, അതായത് എൽഡർ ബ്രദറിന്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക, കയറി ചെന്ന്, അതുപോലെ തുണി പിടിച്ച് കീറുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാൽ, എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായാലും ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം, ആണുങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ലീഗലി പോകണം. ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്തിട്ടല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും. ശരിയാണ്. അതായത് സ്വത്ത് തർക്കമോ വേറെ എന്ത് സീൻ ഉണ്ടെന്നുണ്ടെങ്കിലും വീട്ടില് പ്രശ്നങ്ങൾ അത് കയ്യാങ്കളിയിലേക്ക് പോകുമ്പോൾ എസ്പെഷ്യലി കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും അടുത്ത് പോയിട്ട് ധീരത്വം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ചിലരുണ്ട്
ചിലരുടെ സ്വഭാവം അതാണ്, അവരുടെ ധീരത്വം ശൂരത്വം കാണിക്കുന്ന സ്ത്രീകളുടെ അടുത്താവും. പക്ഷെ ഇവരിതിൽ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ലേഡിയെ ഉപദ്രവിച്ചത് ഇവരുടെ ഈ ആരൊക്കെയാണോ ഉപദ്രവം സംഭവിച്ച ആ ലേഡിയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ എന്നും പറയുന്നുണ്ട്. സോ ബേസിക്കലി ഈ വീഡിയോ ഇട്ട കുട്ടിയുടെ അമ്മയുടെ ജ്യേഷ്ഠൻ. ഓക്കെ, അപ്പോൾ ഇവരുടെ കുടുംബത്തിനകത്ത് തന്നെ ഉള്ള പ്രശ്നങ്ങളാണ്. ആൻഡ് അവർ ഡയറക്റ്റ്ലി ഇങ്ങനെ പറയുന്നുണ്ട് ഒരു എന്താ പറയുക സ്വത്ത് തർക്കം കാര്യങ്ങൾ എന്നുള്ളത്. എന്താണെങ്കിലും ഈ കുട്ടി ബോൾഡ് ഇനഫ് ഇത് വീഡിയോയിൽ ഒന്ന് പറയാൻ സംഭവിച്ചത്. ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇവർക്കിത് പബ്ലിക്കിനോട് പറയാൻ പറ്റി. പക്ഷെ ഞാൻ അപ്പോഴും വണ്ടർ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ, ഒരു വീടിനകത്ത് ഇത്രയും വർഷങ്ങളായിട്ട് 3 കുട്ടികളുമായി ഈ ഹരാസ്മെൻറ്റ് ഫുള്ള് സഹിച്ച് ജീവിക്കുന്ന ആ ലേഡി, ഇങ്ങനെയുള്ള ആളുകൾ ദയവ് നിങ്ങൾ ഇപ്പോഴത്തെ നിയമമൊക്കെ വളരെ മാറിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പോലീസ് കേസ് എടുക്കാത്തത് ഒരു സംഭവമായിട്ട് അവിടെ നിൽക്കട്ടെ. ബട്ട് സ്റ്റിൽ നിങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ രാഷ്ട്രീയക്കാരുടെ ഇൻവോൾവ്മെൻറ്റും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ ഓർ പവർഫുൾ ഇൻഫ്ലുവൻസ് വരുമ്പോഴാണ് ഇതൊന്നും സാധാരണക്കാരിലേക്ക് എത്താതിരിക്കുന്നത്. അപ്പോൾ ഈ ലേഡിയുടെ കേസിൽ ഇത് എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഫുൾ ക്ലാരിറ്റി ഈ വീഡിയോനകത്ത് വെച്ചിട്ടും പറഞ്ഞിട്ടുമില്ല. ഇവർ പറയുന്നത് ഇങ്ങനെ ഇവരുടെ വീടിനകത്ത് തന്നെയുള്ള സീനാണെന്നും അവരുടെ കൂടെ വെരി ക്ലോസ് റിലേഷൻ, അമ്മയുടെ ബ്രദർ, വൈഫ്, പിന്നെ ബ്രദേഴ്സ്. ഓക്കെ, ആൻഡ് ഇനി എന്ത് റിലേഷനോ എന്തോ ആയിക്കോട്ടെ, ഒരു ലേഡിയെ നടു റോട്ടിൽ രാത്രിയുടെ ടൈമിൽ ഡ്രസ്സൊക്കെ വലിച്ചു കീറുന്നതിനോട് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആ സ്പോട്ടിൽ എനിക്ക് തോന്നുന്നു നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടിട്ട് FIR ഇട്ടിട്ട് അത്രയുള്ള കേസുകളാണ്. ആരിത് ചെയ്താലും. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും പോലീസ് മൊഴിയെടുത്തു എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. ചിലപ്പോൾ പോലീസ് അതും പറയണം, 2 സൈഡും പറയണല്ലോ. സ്വത്ത് തർക്കമാണ്, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളാണ്. പോലീസുകാർക്ക് ചിലപ്പോൾ 2 സൈഡോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഫർദറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുള്ള രീതിക്ക് ചിലപ്പോൾ അതും ആയിരിക്കാം. ഓക്കെ, കംപ്ലീറ്റ്ലി നമുക്ക് ഞാനിത് കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ദേഷ്യം സങ്കടം ഉണ്ടല്ലോ. നമ്മളെ വീട്ടിലും അമ്മയും പെങ്ങളും വൈഫും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അത് നമുക്ക് ദേഷ്യം വരും. കാരണം ഇവർ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ലേഡിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ലേഡി സംസാരിക്കുന്ന പോർഷനും കൂടി ഞാൻ ലേറ്റർ വെക്കാം. ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ FIR ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തുകയും അതേപോലെ തന്നെ വലിച്ചു കീറി അവളെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വയ്യാണ്ടായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടാവും. പുറകെന്ന് 3 പേര്, ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ 2 ആൾക്കാരും കൂടെ പുറകെന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ്. ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകെന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള 3 പിള്ളേരുടെ അമ്മേനെ. മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. അതിപ്പോ എന്റെ അപ്പനായാലോ എന്റെ ബ്രദർ ആയാലോ ആരായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. നല്ലതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ ആരെയും കുടുംബമാണ്, അച്ഛനാണ്, അനിയനാണ്, വീട്ടുകാരാണ്, റിലേഷനാണ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു ലേഡിയെ നടു റോട്ടിലിട്ട് ചവിട്ടി കൂട്ടി. പക്ഷെ ഞാൻ അപ്പോഴും ഇവർ കേസ് കൊടുത്തു എന്ന് പറയുന്നു, FIR ഇട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഫർദർ ഇത് ഈ ഇൻസിഡൻറ്റിന് മുമ്പ് ചിലപ്പോൾ വീട്ടിൽ വേറെ എന്തെങ്കിലും സീൻ നടന്നിരിക്കാം. അതിൻ്റെ മുകളിലായിരിക്കാം പോലീസുകാരുടെ അടുത്ത് ഇവർ പോയി കംപ്ലയിൻറ്റ്. പക്ഷെ അങ്ങനെ കംപ്ലയിൻറ്റുകൾ നിരന്തരമായി കിട്ടിയിട്ടും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടും ഫർദറായിട്ടൊന്നും ടേക്കപ്പ് ചെയ്തില്ല. മൊഴി എടുത്തു എന്നുള്ളതല്ലാതെ വേറെ ടേക്കപ്പ് ഒന്നും ചെയ്തില്ല, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നിവർ വീണ്ടും വീണ്ടും ഇവർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പോലീസിൻ്റെ ഒരു സ്റ്റാൻഡ് കൃത്യമായിട്ട് നമുക്ക് അറിയണം. കാരണം ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ തല്ലിയ ആളുകൾ അവരുടെ യഥാർത്ഥ ഇഷ്യൂ എന്താണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തിൻ്റെ മുകളിലാണ്, എന്ത് റീസൺ, എന്ത് ഇഷ്യൂവിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ഒരു ലേഡി എന്ന റോട്ടിൽ ഡ്രസ്സും വലിച്ചു കയറി തല്ലുന്നതിനോട് ഒട്ടും ആർക്കും യോജിക്കാൻ പറ്റുന്ന കേസല്ല. ഓക്കെ, ഇനി വാട്ട് എവർ റീസൺ
അതല്ല ഒരു ശൂരത്വം കാണിക്കേണ്ട പരിപാടി. അതിൽ പോലീസ് കേസെടുക്കാതെ മിണ്ടാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോശം പരിപാടിയാണ്. ഇനി ആ ലേഡി, അടി കിട്ടിയ ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മ, അപ്പൻ, ഭർത്താവിൻ്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങള്, ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള്, ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് 7 വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അന്ന് ഈ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന്, ഞാൻ താമസിക്കുന്ന, എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസിട്ടു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനുശേഷം ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയി. ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത്. അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിയായപ്പം താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനെ അവൻ തല്ലി ചതച്ച്, എൻ്റെ അപ്പൻ BP പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ്. എൻ്റെ അപ്പനെ തല്ലി ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാര്യം പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി. അവൻ ഇവിടെ മാറി കിടപ്പുണ്ട്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം. പട്ടീനെ തല്ലി ചതയ്ക്കുന്നതോടാണ് എന്നെ ഈ അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഇട്ട് അടിക്കുകയും ഞാൻ പുറന്തള്ളി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടി മെതിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പന് സുഖമില്ല. എൻ്റെ പുറം ഇടിച്ചതിൻ്റെ വേദന നല്ലോണമുണ്ട്. തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല. തല വേദന എടുത്തിട്ട് പറ്റണില്ല. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ എൻ്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു. ഇതുവരെയായിട്ട് അവർ വന്നിട്ടോ എൻ്റെ മൊഴി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ലേഡി പറയുന്നത് അതിന് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഇത് ഇവരുടെ എന്താ പറയുക, സഡനായിട്ട് ഇപ്പം ഉണ്ടായൊരു വിഷയമല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ വീട്ടിൽ നടക്കുന്ന വിഷയം ഇവർ കൃത്യമായിട്ട് പോലീസിൽ ഇൻഫോം ചെയ്ത് അതിൽ FIR ഇട്ട്, ഈവൻ ഇവരെ ഇപ്പം മർദ്ദിച്ച ആ വ്യക്തി ഇവർ FIR ഇട്ടതിന് ശേഷം ഇവരുടെ അച്ഛനെ മർദ്ദിച്ച് ഇവർ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവുക. പിന്നെ ലേറ്റർ ഓൺ ഈ ലേഡി അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ നാട്ടുകാരും കാണുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാർ പോട്ടെ, നാട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് നമുക്കത് തള്ളാൻ പറ്റില്ല. ഒരു പരിധി വരെ ഒരു സ്ത്രീയെ നട റോഡിലിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇടപെടണം. പക്ഷെ അതിലും കൂടുതൽ ഇവിടുത്തെ നിയമമല്ലേ, പോലീസുകാരല്ലേ ഇടപെടണ്ടേ. പോലീസുകാർക്ക് ഇത്രയൊക്കെ കാര്യം ഇപ്പോൾ ആദ്യത്തെ FIRൽ തന്നെ ഇവർ ഗുരുതരമായ ആരോപണം ഒരാൾക്കെതിരെ കമ്പി വടിയെടുത്ത് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ മുകളിൽ തന്നെ അവർക്ക് സോളിഡായിട്ട് കേസ് എടുക്കാം. പക്ഷെ അവിടെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്നുള്ളത് എന്താണെങ്കിലും അറിയേണ്ടിയിരിക്കുന്നു. ആൻഡ് ഇത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാലമായിട്ട് നടക്കുന്ന കുടുംബ പ്രശ്നമാണെന്നുള്ളതാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കുറേ കാര്യങ്ങളൊന്നും അവർ വെളിപ്പെടുത്തി അങ്ങോട്ട് പുറത്ത് കംപ്ലീറ്റ്ലി അവർ പറയുന്നില്ല. ആൻഡ് കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും കുറച്ച് പേര് മാഡം പ്ലീസ് കോൾ അങ്കമാലി MLA റോജി M. ജോൺ, ഹീ ക്യാൻ ഹെൽപ്പ്, അതർവൈസ് കോൾ മീഡിയ പീപ്പിൾ എന്ന് പറയുമ്പോൾ നോ യൂസ്. കൂടുതൽ എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. ഇവരുടെയൊക്കെ തനി കൊണം ഇന്ന് കണ്ടതായെന്ന് ഈ വീഡിയോ ഇട്ട ചിയേഴ്സ് വിത്ത് ആഷ്ല ലേഡി തിരിച്ചൊരു റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു കാണും. കാരണം നോർമലി കുടുംബ സ്വത്ത്, കുടുംബ പ്രശ്നം എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്ത് ചെയ്യാനാണ്. പക്ഷേ എന്തിൻ്റെ റീസണിലാണെന്നുണ്ടെങ്കിലും ഒരു ലേഡിയെ നടുറോട്ടിലിട്ട് തല്ലിക്കൂട്ടി മർദ്ദിച്ചിട്ട് അതിന് ചോദിക്കാൻ ഇവിടെ നിയമമില്ല എന്ന് കേൾക്കുമ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ട് അവരെന്താ പറയുക ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ പിടിച്ചടിച്ച് ഹോസ്പിറ്റലിലാക്കി. ഞാൻ ആ ക്ലിപ്പൊന്ന്
ലൈക്ക് ട്രിം ചെയ്താൽ കുട്ടീൻ്റെ അടുത്ത്. കുട്ടിയുടെ ശബ്ദം നിങ്ങൾക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റും. സോ ചെറിയ കുട്ടികളുള്ളൊരു അമ്മയാണ്. അവരെ ഇത്രത്തോളം മോശമായി അടിച്ച് ഹോസ്പിറ്റലിലാക്കി മാസ് കാണിച്ച ആൾക്കാരെ ഒരു രീതിയിലും നിയമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി എന്ത് റീസണിൻ്റെ മുകളിലാണെങ്കിലും സോ എന്താണെങ്കിലും ഇതിൽ കൃത്യമായൊരു നിയമ നടപടി കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ. ഒരു ലേഡിയെ ഇത്ര മോശമായിട്ട് അങ്കമാലി ടൗണിൽ വെച്ചിട്ട് മർദ്ദിച്ച് അവശയാക്കി, അവരാരും ഹെൽപ്പ് ചെയ്തില്ല എന്നും മറ്റേ ലേഡിയുടെ കംപ്ലീറ്റ് വീഡിയോനകത്തുണ്ട്. നിങ്ങൾ ആ ചാനലിൽ കയറി നോക്കിയാൽ മതി. ആരും ഹെൽപ്പ് ചെയ്തില്ല അത്ര. ആ വീഡിയോ ഇട്ട ലേഡിയുടെ ഹസ്ബൻഡ് പോയിട്ടാണ് ഇവരെ ഹോസ്പിറ്റലിലാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര ഡേഞ്ചർ അല്ലേ നമ്മുടെ നാട്ടിൽ. സ്ത്രീയെ നടുറോട്ടിലിട്ട് അടിക്കുന്നത് കണ്ടിട്ട് ആരും ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും നിയമം ഇവരെ ഹെൽപ്പ് ചെയ്യും. ഫർദറായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇവർ ഇടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം.